കൊച്ചു കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയായ കാനിൽ തണ്ണിമത്തൻ ബാഗുമായി പ്രത്യക്ഷപ്പെട്ട കനി കുസൃതി. ഇപ്പോഴിതാ ഇന്ത്യൻ പാർലമെന്റിൽ അതേ തണ്ണിമത്തൻ ചിത്രം പ്രിന്റ് ചെയ്ത ബാഗുമായി MP പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു. ഗസയിലെ നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തിയതിന് പിന്നാലെയാണ് പ്രിയങ്ക പാർലമെന്റിൽ തണ്ണിമത്തൻ ബാഗുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം ഗസയിലെ നുസീറത്ത് ക്യാമ്പിൽ 36 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിനു ശേഷം സാധാരണക്കാരെ ഇസ്രായേൽ കൊന്നുതള്ളുകയാണ്. ഇതാണ് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ പ്രിയങ്കയെ പ്രേരിപ്പിച്ചത്. മനുഷ്യത്വത്തിന്റെ പ്രകാശനം, മാനവികതയുടെയും നീതിയുടെയും പ്രതിബദ്ധത, ജനീവ കൺവെൻഷൻ ലംഘിക്കാൻ ആർക്കും കഴിയില്ലെന്ന അവരുടെ നിലപാട് വ്യക്തമാണ്. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് പ്രിയങ്കയുടെ നടപടിയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽറാസെക് അബി ജാസറുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. പലസ്തീനിയൻ പോരാട്ടങ്ങൾക്ക് പിന്തുണ അറിയിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കൂടിക്കാഴ്ച. ഈ സമയത്ത് നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗാണിത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന മുൻ നയത്തിൽ നിന്ന് മോദി സർക്കാർ പ്രകടമായി പിൻവാങ്ങുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്ന സമയം കൂടിയാണിതെന്നും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിശ്വസ്ത നയതന്ത്ര പങ്കാളിയാണ് ഇപ്പോൾ ഇന്ത്യ. എല്ലാ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ 1 വർഷത്തിനകം പിന്മാറണമെന്ന UN പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ മാത്രമാണ് അടുത്ത കാലത്ത് ഇന്ത്യ ഗസയ്ക്കായി ഒരു നിലപാട് സ്വീകരിച്ചത്. അതുവരെ ഇത്തരം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇന്ത്യ. നേരത്തെ നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഭീകരവാദത്തെ അപലപിച്ച മോദി ഗസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതിരുന്നതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളും യുദ്ധസാമഗ്രികളും യഥേഷ്ടം ഇന്ത്യ ഇസ്രായേലിലേക്ക് കപ്പൽ മാർഗം കയറ്റി അയച്ചെന്ന വിമർശനവും ഉണ്ട്. അതേസമയം ഗാന്ധി കുടുംബം എപ്പോഴും പ്രീണനത്തിന്റെ ബാഗ് ചുമക്കുന്നുണ്ടെന്ന വിമർശനത്തോടെയാണ് BJP സംഭവത്തോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പുകളിലെ അവരുടെ തോൽവിക്ക് കാരണം പ്രീണന ബാഗാണെന്ന് BJP നേതാവ് സാംബിത് പത്രയും വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചർച്ചയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്.